ായ ദൈവസന്നിധിയിൽ ദൈവാത്മാവ് തന്ന ചില ചിന്തകൾ നിങ്ങളോട് വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം എല്ലാവർക്കും സുപരിചിതമായ അധ്യായമാണ്. 17-ാം അധ്യായത്തിനകത്ത് വ്യത്യസ്തമായ ദൈവിക പദ്ധതികൾ അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട്. നമ്മളെല്ലാവരും ഒട്ടനവധി പ്രസംഗങ്ങൾ കേൾക്കുകയും ഒട്ടനവധി ദൈവിക ദൂതുകൾ പ്രാപിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളൊരു അധ്യായമാണ്. പക്ഷേ ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ ദൈവാത്മാവ് തന്ന ഒരു ചെറിയ ചിന്ത വേഗത്തിൽ കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ശക്തനായ ഒരു പ്രവാചകൻ്റെ രംഗപ്രവേശനമാണ്. അതുവരെയും കണ്ടിട്ടില്ലാത്ത വ്യത്യസ്തമായ ഒരു ശുശ്രൂഷ ചുമക്കാൻ കഴിയുന്ന ഒരു ദൈവമനുഷ്യൻ്റെ രംഗപ്രവേശനമാണ്. അതിനകത്ത് ആഴമായി നിൽക്കുന്നതൊരു കാലഘട്ടത്തെ പോലും പിടിച്ചു കുലുക്കാൻ ശേഷിയുള്ള ഒരു അഭിഷിക്തൻ എഴുന്നേറ്റ് വരികയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പശ്ചാത്തലമാണ്. അവിടെ കാണാൻ കഴിയുന്നത് ഏലിയാവെന്ന് പറയുന്ന ദൈവമനുഷ്യൻ രാജാവിൻ്റെ മുൻപിൽ അധികാരത്തോടെ നിൽക്കുന്നു. തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന അധികാരത്തിൻ്റെ വാക്കുകൾക്കനുസരിച്ച് പ്രകൃതി പോലും അവൻ്റെ വാക്കിനെ അനുസരിക്കുകയാണ്. അവിടം കൊണ്ട് തീരുന്നില്ല, ദൈവിക പദ്ധതി അവിടം കൊണ്ട് ആരംഭിക്കുകയാണ്. ഞാനിങ്ങനെ പറയാം, ആ വചനത്തിനകത്തുനിന്ന് ഒരു പദം മാത്രം കടമെടുത്ത് ഞാനിങ്ങനെ പറയാം, അവൻ പോയി യഹോവയുടെ കൽപ്പന പ്രകാരം ചെയ്തു. ആമേൻ. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം വച്ചിരിക്കുന്ന കൽപ്പനകളും ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥകളും അനുസരിച്ചു ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവിക കരുതലുകൾ നമ്മുടെ കടങ്ങളിൽ കാണും. ആമേൻ. ദൈവിക കരുതലുകൾ നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ കാണപ്പെടും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനം ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ എടുക്കണം. കർത്താവേ, നിന്റെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാൻ കഴിയാത്ത ഒരു ജീവിതം എൻ്റെ മേൽ തരണമേ. ഏതെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഈശാനമൂലനുകളും എൻ്റെ ജീവിതത്തിനും എൻ്റെ പടകിന് നേരെ ആഞ്ഞടിച്ചാലും അങ്ങയുടെ കൽപ്പന വിട്ട് വിചഞ്ചലപ്പെടാതെ ഒരു ഇഞ്ചു പോലും ചലിക്കാതെ ദൈവിക കൽപ്പനയ്ക്കകത്ത് നിൽക്കാം എന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭ തീരുമാനമെടുത്ത ഒരു ഉറപ്പ് ഞാൻ പറയാം. ദൈവം ഇതുവരെയും കരുതിയിട്ടില്ലാത്ത കരുതലുകൾ, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള വലിയ കരുതലുകൾ നിങ്ങളുടെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടുക തന്നെ ചെയ്യും. കരമുയർത്തി ദൈവത്തിനൊന്ന് ആരാധന കൊടുത്താട്ടെ. ഈ പകൽ പ്രിയരെ, പല ദൈവിക കരുതലുകളും നമ്മെ ദൈവത്തിന്ന് നമുക്ക് പ്രാപിക്കാൻ കഴിയാതെ നമ്മിൽ നിന്ന് അകറ്റിക്കളഞ്ഞത് പലപ്പോഴും ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നിന്ന് നാം അകലുന്നത് കൊണ്ടാണ്. നാം ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. പലപ്പോഴും ഞാനിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്, ദൈവം ഒന്നടിക്കുമ്പോൾ ഓടി വന്ന് പള്ളിയിൽ കയറുന്നവർ, ദൈവം ഒന്നടിച്ചെന്നുറപ്പുള്ളപ്പോൾ പ്രാർത്ഥന കൂടുന്നവർ, ദൈവം ഒന്നടിച്ചെന്നുറപ്പുള്ളപ്പോൾ കണ്ണുനീര് ഇവിടെ നിന്നില്ലാത്ത കണ്ണുനീരൊക്കെ വരുന്നവർ. പക്ഷെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ ഒന്ന് ശാന്തമാകുമ്പോൾ, തിരമാല ശാന്തമാകുമ്പോൾ പടകപ്പുറത്തേക്ക് എത്തുമെന്നും ദൈവിക കരുതലുകളൊക്കെ പ്രാപിച്ചെടുക്കാമെന്ന് ഒരു ചിന്ത വരുമ്പോൾ ദൈവിക കൽപ്പന വിട്ടുപോകുന്നവർ, ദൈവിക പ്രമാണം വിട്ടുപോകുന്നവർ, അവരുടെ മുൻപിൽ ദൈവിക കരുതലുകൾ വെളിപ്പെടത്തില്ല. ഇവിടെ ഒരു ഭക്തൻ കണ്ടോ, ഒറ്റയ്ക്കാ നിൽക്കുന്നത്, ഒറ്റയ്ക്കാ ദൈവിക കൽപ്പനയ്ക്ക് മുൻപിൽ രാജാവിന്റെ മുൻപിൽ നിൽക്കുകയാണ്, ഭരണകൂടത്തിന്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ഒരു രാജ്യത്തിന്റെ മുൻപിൽ ഒറ്റയ്ക്ക് നിന്നിട്ട് ദൈവത്തിന്റെ കൽപ്പന വിളിച്ചു പറയുമ്പോ ദൈവം അവന് വേണ്ടി മറുകരയിൽ ദൈവത്തിന്റെ കരുതലുകൾ വെളിപ്പെടുത്തുകയാണ്. ഈ 2025 ഒറ്റയ്ക്കായിരിക്കാം നീ ഭവനത്തുനിന്ന്
കടന്നു വന്നത്. ഒറ്റയ്ക്കായിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്, ഒറ്റയ്ക്കായിരിക്കാം നീ ദൈവസന്നിധി നിൽക്കുന്നത്. പക്ഷെ അബിന്റെ മടിവില് ദൈവത്തെ വിശ്വസ്തയോടെ അന്വേഷിച്ച അവൻ നിനക്ക് വേണ്ടി ഇതുവരെയും കരുതിയിട്ടില്ലാത്ത കരുതലുകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ ഭാവിക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കരുതാൻ ശക്തനായൊരു ദൈവത്തിന്റെ കര ഈ പകൽ ഈ ഹാളിനകത്ത് ചലിക്കുന്നുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർ കരമടിച്ചോ, വായ്കളെ തുറമോ, അന്യഭാഷകളിലോ ആ ദൈവത്തെ ആരാധിച്ചു. ഓ ശമനധുരഘടകമനാരകൾ ഖമ അർദ്ധമാന ധൂരമാന ധുരാരകൾ ഖമാനവനഘടക. ലൈവിലൂടെ എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, ഇനി കാണാൻ പോകുന്നവർ, നിങ്ങളുടെ കൂടാരത്തിനകത്ത് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വന്നാൽ ആ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നീ നിന്ന, ആ ദൈവത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം നിന്ന, ഇതുവരെയും ഇല്ലാത്ത ഉയർച്ച, ഇതുവരെയും ലഭിക്കാത്ത മാന്യത, ഇതുവരെയും നിന്റെ ജീവിതം കണ്ടിട്ടില്ലാത്ത വളർച്ചകൾ ഈ പകൽക്കാലം എൻ്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിടുകയാണ്. ഏതൊക്കെ കൂടാരത്ത് നോക്കി ആത്മാവ് പ്രവചിക്കുക, ഇതുവരെ നീ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തിന്റെ കരങ്ങൾ ഈ പകൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യാൻ പോകുക. നിന്റെ കുടുംബത്തിന് വേണ്ടി എൻ്റെ ദൈവം ചെയ്യാൻ പോകുക. സ്നേഹിത, നിന്റെ സഭയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യാൻ പോകുക. നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യാൻ പോകും. ശക്തമായി ദൈവത്തിന്റെ സാന്നിധ്യം ഈ പകൽ ഈ ഹാളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ഈ ഹാളിനകത്ത് വ്യാപരിക്കുന്നുണ്ട്. ശാരമാന ധുരാമാന വൈഡമാന ആർധ്വരവൈക്ഷപരം ദുരഘടകപരാധുല ഘടകപരാധര ഘടകപരാധര ഘടകന്ധേരമനക്ഷുര വൈഡപരം ധര വൈഡപം. ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ, ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത കരുതലുകൾ എന്നോട് എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് ശക്തമായി ഇടപെട്ടതാണ്. ഇതുവരെയും കണ്ടിട്ടില്ലാത്തത് കേട്ടിട്ടില്ലാത്തത്, ഇതുവരെയും നീ പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ചില ദൈവിക കരുതലുകൾ. അതെന്തിനു വേണ്ടി? നിന്റെ ശുശ്രൂഷയൊന്ന്, നിന്റെ ഭാവിയെ ഒന്ന് നീ ദൈവസന്നിധി വിശ്വസ്തയോടെ നിന്നത് കൊണ്ട് നിന്നെ ഒന്ന് ഉറപ്പിക്കാൻ നിനക്ക് വേണ്ടി ഒന്ന് ദൈവിക പദ്ധതികളുടെ ആഴങ്ങൾ വെളിപ്പെടുത്താം. ഈ പകൽ പറ, ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്നുള്ളതെല്ലാം എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. ഇന്നു പകൽ എൻ്റെ കണ്ണിൻ്റെ മുൻപിൽ കാണുന്നില്ലേലും ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് അത് തക്ക സമയത്തിൻ്റെ കൂടാരത്തിൻ്റെ മേൽ വെളിപ്പെടും. തക്ക സമയത്തിൻ്റെ വീട്ടിൻ്റെ മേൽ അത് വെളിപ്പെടും. തക്ക സമയത്തിൻ്റെ ഭാവിയുടെ മേൽ അത് വെളിപ്പെടും. തക്ക സമയത്ത് അതെൻ്റെ സ്ഥലമുറയുടെ മേൽ അത് വെളിപ്പെടും. തക്ക സമയത്ത് എൻ്റെ സഭയ്ക്കകത്ത് അത് വെളിപ്പെടും. ആരെല്ലാം എനിക്കെതിരെ നിന്നാലും, ആരെല്ലാം എനിക്കെതിരെ പദ്ധതികൾ ഒരുക്കിയാൽ, ആരെല്ലാം എന്നെ തകർത്ത് കളയാ പദ്ധതികൾ ഒരുക്കിയാൽ, ഈ പകൽ ആത്മാർത്ഥമായി പറ, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതും. ശമനധരഘടകധര. ഈ പകലൊരു തീരുമാനമെടുക്കാമോ? കർത്താവേ, അങ്ങയുടെ കൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാത്തൊരു ജീവിതം. അങ്ങ് പറയുന്നിടത്ത് തൻ്റെ ഇടത്തോടെ നിൽക്കും. അങ്ങ് പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അങ്ങയുടെ വചനപ്രകാരം ഞാൻ ജീവിക്കും. അങ്ങനെയുള്ളവർക്ക് വേണ്ടി വചനം പറയുന്നു. അവർക്ക് വേണ്ടി ദൈവം ഇന്നു പകലും കരുതുന്നവരാണ്. ഇന്നു പകലും കരുതുന്നവനാണ്. ഈ പകലും അതിശയമായി ദൈവം വഴി നടത്തുന്നവനാണ്. ഈ പകലും നീ കണ്ടിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഇതുപോലെ ഇന്നു പകൽ ഇത് പ്രസംഗിക്കുമ്പോൾ നിന്റെ തലമുറയെ മാത്രമല്ല, തലമുറയോട് നിന്നെ പരിപാലിക്കാനുള്ള ദൈവത്തിന്റെ കരുതലിന്റെ പദ്ധതികൾ ഈ പകലിന്റെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വച്ചു.
Sharamana Dara Balada Sharamana Thurikamana Thara Thara Shorai Kore Banadara Dalagadagabara Sharamana Thura Dalagadagabara Dalagadagabara Shere Kemene Thurikamana Dalagadagabara Arthamana Thura Dhara Gadagabara Vachavere Sharamanore Dalagadagabara നീ കാണാത്തത് നിന്നെ കുറിച്ച് കണ്ടിട്ടുണ്ട്. നീ കാണാത്തത് നിന്റെ തലമുറയെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ആരുടെയൊക്കെ മേൽ ദൈവത്തിന്റെ കരുതലുകൾ വീഴുകയാണ്. പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽ ആരാധിച്ച് ദൈവസന്നിധിയിൽ നിന്ന് ചിലത് പ്രാപിക്കുക. ഈ പകൽ നിന്റെ ആരാധനയ്ക്കകത്ത് ചില വാതിലുകൾ തുറന്നു വരും. നിന്റെ ആരാധനയ്ക്കകത്ത് ദേശങ്ങൾ തുറന്നു വരും. നിന്റെ ആരാധനയ്ക്കകത്ത് പട്ടണങ്ങൾ തുറന്നു വരും. നിന്റെ ആരാധനയ്ക്കകത്ത് കൂട്ടമീന്തികളെ ഈ പകൽ നിന്റെ മുന്നിൽ റിവീൽ ചെയ്യാ എന്റെ ദൈവത്തിന് കഴിയോ. അർത്ഥമാന ധൂരജാര ഘടകഭാര ബലഘടകഭരാ ശരാമനാധുരീഖമന ദുരഘടകഭരാ ദലഘടക അർത്ഥലേഖമച്ഛവേര ഘടകഭാര അർത്ഥമാന ധൂര ധാര 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 രിഖമന ധുരിഖമര ബരദലഘടക രിഖമന ദലഘടക. ഈ പകൽ ഏലിയാവിനോട് ചോദിച്ച ഏലിയാവേ, നിന്റെ ജീവിതത്തിൽ നീ അനുഭവിക്കുന്നവ ഇന്നിന്റെ അവസ്ഥയിൽ നീ അനുഭവിക്കുന്നത്, നീ ആമേൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നന്മ, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കരുതലുകൾ നീ ചിന്തിച്ചവയാണോ? ഏലിയാവിന് ഒറ്റ പദമേ ഉള്ളൂ, ഞാൻ രാജാവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ, ദൈവിക കൽപ്പനകൾ ഞാൻ കൈമാറുമ്പോൾ, ദൈവത്തിന്റെ ദൂതരുളി ചെയ്യുമ്പോൾ ഞാൻ കരുതിയില്ല രാജകൊട്ടാരത്തിന്റെ പുറകിൽ എനിക്ക് വേണ്ടി ഒരു കരീത്തൊരുക്കുന്നുണ്ടെന്ന്. ഈ പകലാരോടൊക്കെ ദൈവാത്മാവ് ഇടപെടുക. ഇവിടെ ഇരുന്നാരാധിക്കുമ്പോ നീ അറിയുന്നില്ല, നീ അറിയുമില്ല, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അവൻ ചില കരീത്തുകളെ എന്റെ ദൈവം ഒരുക്കിയിട്ടുണ്ട്. ആരോ പറഞ്ഞു, പാഷ എനിക്ക് വേണ്ടി ആരും സഹായിക്കാനില്ല, എന്നെ കരുതാൻ ആരുമില്ല, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ ആരുമില്ല. ആരും വേണ്ട കുഞ്ഞ്, നിനക്ക് വേണ്ടി കാക്കയെ അയക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ നീ ആരാധിക്കുന്നത്. നിനക്ക് വേണ്ടി കരീത്തിന്റെ അകത്തളത്തില് ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുത്താൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഈ പകൽ ഞാൻ പ്രസംഗിക്കുന്നത്. ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കര നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അപ്പനും അമ്മയും ഉപേക്ഷിച്ചെന്ന് കരുതുന്ന ഇടത്ത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ കര ഈ പകൽ ഇറങ്ങി വരും, ഈ പകൽ ഇറങ്ങി വരും. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചോ, വായ്കളെ തുറമോ, എന്റെ ദൈവത്തിന് ആരാധന കൊടുത്താട്ട്. ശരബാല ധുരിഖമന ധാരബാല ശരൈഖമന ദുരദലഘടകവര ധരാദലക്ഷവേര ധാരഘടകവാരവാര ശേഖമേര ധൂര ധാര 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 രിഖമന ധൂരമന ദലഘടകവരാദലഘടക ശരാ രിഖമന ദലഘടകവരാദഗച്ഛരാരകൾ ഖമ രിഖമന ദലഘടക. ഈ പകൽ വിശ്വസിക്ക്, അർഹതയില്ലാത്തത് ദൈവം കരുതിയിട്ടുണ്ട്, അർഹതയില്ലാത്തത് കരുതിയിട്ടുണ്ട്. അർഹതയുള്ളതല്ല അർഹതയില്ലാത്തത്. ഞാൻ എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്, ഒരു യോഗ്യതയില്ല, ഒരു യോഗ്യതയില്ല. എൻ്റെ അയോഗ്യതകളാണ് എന്നെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത, എൻ്റെ അയോഗ്യതകളാണ് എന്നെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത. ഈ പകൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നിന്റെ അയോഗ്യതകളാണ് പ്രിയരെ നമ്മെ തിരഞ്ഞെടുത്ത് യോഗ്യതയില്ലാത്ത ചിലവ് കൈമാറാ. ദൈവം കണ്ട യോഗ്യതെങ്കിൽ ഈ പകൽ പറ, 2025 അയോഗ്യനായ എൻ്റെ മേ എന്നെ യോഗ്യനായി കണ്ട
കാണുന്നവർ അർഹതയില്ലാത്ത ചിലവ് വരും, അർഹതയില്ലാത്ത ചിലവ് വരും. ഇത് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയില്ല, 5ലധികം രാജ്യങ്ങളുടെ വാതിലുകൾ ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ മുൻപിൽ ഈ പകൽ ദൈവാത്മാവ് തുറന്നിടുകയാണ്. ഈ പകൽ കരയുന്ന നിന്റെ ചരിത്രത്തെ തിരിക്കാൻ ശേഷിയുള്ള ചില എൻകൗണ്ടറുകൾ ഈ പകൽ ദൈവാത്മാവ് ചെയ്യുന്നു. 2025 അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനകത്തിരിക്കുന്ന ഈ ലൈവിലൂടെ കാണുന്നവരല്ല, ഇതിനകത്തിരിക്കുന്ന ചിലതിന്റെ പാദങ്ങൾ രാജ്യങ്ങൾക്കപ്പുറം ചവിട്ടുന്ന ഒരു നിയോഗ, ഒരു ദൈവത്തിന്റെ കരുതൽ ഈ പകൽ ഇതിനകത്ത് വെളിപ്പെടുകയാ. വിശ്വസിക്കാമെങ്കിൽ ഈ പകൽ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് പകൽ വ്യക്തമായി ദൈവാത്മാവ് ഒരു ദൂതുപോലെ കൈമാറുകയാ. ഒരു പ്രവചനാത്മാവിൽ ഈ വചനത്തെ ഞാൻ റിലീസ് ചെയ്യുക. ഈ പകൽ പിടിക്കാൻ കഴിയും. അർദ്ധമാന ധൂരമാന ഘടകപരാതല ഘടകാറുകൾ ഖമാന ദുരഘടക അർദ്ധരാജകല ഘടകരാജകാറുകൾ ധേരകൾ ഖമാന വനപരഘടക ശരാതല ഘടക ധരാതല ഘടക ശരാറുകൾ ഖമ. ഇന്ന് പകൽക്കാലം ഈ പ്രസംഗം പ്രസംഗിക്കാൻ എഴുന്നേറ്റതല്ല. എൽറോയി എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്, ദൈവം നിന്നെ കാണുന്നു എന്നൊരു സബ്ജക്റ്റ് പ്രസംഗിക്കാൻ പ്രസംഗം തയ്യാറാക്കി വന്നിരുന്നവനാ ഞാൻ. പക്ഷേ പ്രാർത്ഥന തുടങ്ങി ദൈവാത്മാവനോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവാത്മാവനോട് പറഞ്ഞു, ഇന്ന് പകൽ അതിവിടെ പ്രസംഗിക്കരുത്. എനിക്കിവിടെ ചിലരുടെ തലമേൽ നിന്ന് ചില കൈയെഴുത്തുകൾ പൊളിച്ചു മാറ്റി ചിലതിൻ്റെ മേൽ എനിക്ക് ദൈവിക കരുതലുകളെ യഹോവ ഈരയായി വെളിപ്പെടുന്നു. യഹോവ ഈരയായി വെളിപ്പെടുന്നു. ഈ പകൽ വിശ്വസിക്ക്. അർഹതയില്ലാത്ത പട്ടണങ്ങൾ, അർഹതയില്ലാത്ത രാജ്യങ്ങൾ, അർഹതയില്ലാത്ത ദൈവിക നിയോഗങ്ങൾ നിന്നെ തേടി വരുന്നു. ദൈവസഭയെ നിന്നെ തേടി വരുന്നു. നീ തേടി പോകുകയല്ല, നിന്നെ തേടി വരുന്നു. 2025 ഇന്ന് പകൽ ദൈവാത്മാവിൽ വിശ്വസിക്കുന്ന ഒരു പട്ടണ പോലെ ഈ പകൽ ആരാധിക്കുന്ന ചിലതിന്റെ ചരിത്രത്തെ തിരിച്ച് ദൈവിക കരുതലുകൾ ഈ പകൽ ഇതിനകത്താരും മൗനമായിരിക്കരുത്. ഇതിനകത്താരും മൗനമായിരിക്കരുത്. അസാധാരണമായ ദൈവിക നിയോഗ ഈ പകൽ ചലിക്കുക. ഓ റിബാനാമാനം സമാന അർത്ഥമാന ധൂരധാര ധാര ഘടക ഭാര വക്ഷവേരധാര ശൈരവേരധാര ധാര 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 ശരമാന ധൂരധാര ധാര ധാര Shara thara tharam dharam 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 dhara Tharai khamere tere tere Sharamana thuravana അടുത്തിരിക്കുന്നവരെ നോക്കണ്ട, അവര് പ്രാപിക്കുന്നു. നിന്റെ വിഷയമല്ല. ഈ പകൽ നീ പ്രാപിക്കുക. ദൈവിക കരുതലുകൾ ലോകം അതിശയിക്കുന്ന, രാജ്യങ്ങൾ അഭിഷേകിക്കുന്ന, പട്ടണങ്ങൾ അഭിഷേകിക്കുന്ന ഒരു ദൈവിക കരുതലുകൾ നിന്റെ കൂടാരത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. മരുഭൂമിയിൽ ഒറ്റയ്ക്ക് പാർക്കുന്ന, ചനിച്ചു പാർക്കുന്ന ജനത്തിന്റെ മുൻപിൽ, അവരുടെ പാളയത്തിന്റെ മുൻപിൽ മഞ്ഞ പൊടിഞ്ഞു വീണതുപോലെ ഈ പകൽ ദൈവിക കരുതലുകൾ ഈ പകൽ നിന്റെ കൂടാരത്തിന്റെ മേൽ പൊടിഞ്ഞു വീഴട്ടെ. ദൈവത്തിന്റെ കൃപ നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മേൽ ഈ പകൽ പൊടിഞ്ഞു വീഴട്ടെ. ദൈവത്തിന്റെ കൃപ നിന്റെ തലമുറയുടെ ഭാവിയുടെ മേൽ ഈ പകൽ പൊടിഞ്ഞു വീഴട്ടെ. നിന്റെ ശുശ്രൂഷയുടെ മേൽ ഈ പകൽ ദൈവകൃപ പൊടിഞ്ഞു വീഴട്ടെ. ഇന്ന് നീ ആരാധിച്ചതുപോലെയല്ല, ഇന്ന് നീ പാടിയതുപോലെയല്ല, ഇന്ന് നീ സ്തുതിച്ചതുപോലെയല്ല, ഇന്ന് നീ കൈയടിച്ചതുപോലെയല്ല, ഇന്ന് നീ പ്രവചിച്ചതുപോലെയല്ല, ഇന്ന് നീ പ്രസംഗിച്ചതുപോലെയല്ല. അതിന്റെ ഇരട്ടിയിലേക്ക് ഈ പകൽ ദൈവാത്മാവിനെ ലിഫ്റ്റ് ചെയ്യുക. ആരാ പറഞ്ഞ് നീ തീർന്നു എന്ന്? ആരാ പറഞ്ഞ് നീ അവസാനിച്ചുവെന്ന്? ഈ പകൽ ദൈവിക കരുതലുകൾ നിന്റെ കൂടാരത്തിന്
അപ്പം അറിയില്ല, ദൈവാത്മാവ് വലിയൊരു കരം ഈ ഹാളിനകത്ത് ഇറങ്ങി നിൽക്കുന്നു. ആ കരത്തിനകത്ത് ഒരു കീയല്ല, ഒരു കൂട്ടം താക്കോൽ, ഒരു കൂട്ടം താക്കോൽ ദൈവാത്മാവ് ഈ ആലയത്തിൻ്റെ മേൽ തുറന്നിടുകയാണ്. ഓ റിഖമനദലഗട എമ്മറിയില്ല, ദൈവാത്മാവിനോട് പറയുന്നു, ചില പട്ടണങ്ങൾക്കകത്ത് വലിയ ബിൽഡിങ്ങുകൾ ഉയരുന്നു. ചില പട്ടണങ്ങൾക്കകത്ത് വലിയ ബിൽഡിങ്ങുകൾ ഉയരുന്നു. അർഹതയില്ലാത്തൊരു ദൈവത്തിന്റെ കരുതലുകൾ ഏലിയാവിന്റെ മുൻപിൽ കാക്ക പറന്നിറങ്ങിയതുപോലെ, പാളയത്തിനകത്ത് മഞ്ഞ പൊടിഞ്ഞിറങ്ങിയതുപോലെ ഈ പകൽ ചെലവിന്റെ ദൈവത്തിന്റെ കരുതൽ യഹോവ ചേരയായി വെളിപ്പെടുന്നു. എൻ്റെ ദൈവം വിശ്വസ്തനാണ് കേട്ടോ. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത വലുതാണ്. ഇന്നു പകൽക്കാലം ഇവിടെ നിൽക്കുമ്പോഴും ദൈവം നടത്തിയ വിധങ്ങൾ വലുത്, പുലർത്തിയ വഴികൾ വലുത്, ദൈവം കൊണ്ടുവന്ന പാതകൾ വലുത്. ഈ പകൽ നിങ്ങളതറിയും. ഹല്ലേലൂയ. ഒരു ഉറപ്പ് ഞാൻ പറയാം, ചിലരുടെ ജീവിതത്തിൻ്റെ ചരിത്രത്തെ മാറ്റുന്ന കരുതലുകൾ എൻ്റെ ദൈവം തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ, തുടങ്ങിക്കഴിഞ്ഞു. ഇവിടെ ഇരുന്ന് നീ കരയുമ്പോൾ നിനക്ക് വേണ്ടിയുള്ളത് ദൈവം ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് പറന്നിറങ്ങും. നിനക്ക് വേണ്ടിയുള്ളത് ദൈവം നിന്റെ കൂടാരത്തിനകത്ത് പൊടിച്ചുറക്ക്. നിന്റെ കണ്ണുനീരാരും കണ്ടില്ല, നീ ഒറ്റപ്പെട്ടത് ആരും കണ്ടില്ല, ദൈവസന്നിധി വിശ്വസ്തതയോടെ കരയുവാരും കണ്ടില്ല, ദൈവത്തിന്റെ വേല വിശ്വസ്തതയോടെ ചെയ്യുന്നതാരും കണ്ടില്ല. ഈ പകൽ എന്റെ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി കരുവോ. ഈ പകൽ എന്നെ കേൾക്കുന്ന അപ്പനമ്മമാർ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ എൻ്റെ ദൈവം പോഷ്ക്ക് പറയില്ല. നിങ്ങൾ ദൈവസന്നിധിയിൽ എന്തായാലും ഒരേ ഒരു ആയുസേ 70-80. നമ്മളെല്ലാവരും പോകും, നമ്മളെല്ലാവരും പോകും. കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചതാണ്. ഒരു ശവപ്പെട്ടിക്കകത്ത് ഏകദേശം 60,000 രൂപ വരുന്ന ശവപ്പെട്ടി, അതിനകത്ത് മ്യൂസിക് സിസ്റ്റമൊക്കെ വച്ച് മരിച്ചയാൾക്ക് ഇഷ്ടമുള്ള പാട്ട് 24x7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 മണിക്കൂറും കേൾക്കാൻ കണക്കിന് സെറ്റ് ചെയ്ത് മക്കൾ പറഞ്ഞു വിടുക. എടാ ചത്താൽ ആര് പാട്ട് കേൾക്കാനാ? ഹലോ, ചത്ത് കഴിഞ്ഞാൽ ആര് കേൾക്കാനാ? ചത്തിട്ട് നീ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ചത്തിട്ട് നീ പെട്ടി വാങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇന്നു പകൽക്കാലം ദൈവം വിളിച്ചത് ഈ കണ്ണടയുന്നതിനു മുമ്പ് നീ വിശ്വസ്തനായിരുന്നു എന്ന് ദൈവത്തിന് അങ്ങേ കരയിൽ മാത്രമല്ല ഇവിടെയും നിന്റെ തലമുറകളിലൂടെ നിന്റെ കുടുംബത്തിലൂടെ എൻ്റെ ദൈവത്തിന് തെളിയിക്കാനുണ്ട്. എൻ്റെ ദൈവത്തിന് തെളിയിക്കാനുണ്ട്. ഇന്ന് പകൽക്കാലം വർഷങ്ങൾക്ക് മുമ്പ് അഭിഷിക്തന്മാർ ഈ പോഡിയത്തിനകത്ത് പറഞ്ഞ പ്രവചനങ്ങൾ ഓരോമായി അണുവിട വ്യത്യാസമില്ലാതെ ഈ തലമുറയിൽ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ ഇന്ന് പകൽക്കാലം ഒരു ഉറപ്പോടെ പറയാ, ഒരു പട്ടണ പോലെ ദൈവം തന്ന ദൂത് വിളിച്ചു പറയാ, എന്റെ ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുള്ള ചില കരുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് ആഴമായി വെളിപ്പെടാൻ വകയാ. ശരമാന ധൂരവാല ഘടകധാര അർത്ഥമാന ധൂരധാര ഘടകധാര ശൈരധേര ധാര ധാര
പ്രാപിക്കാൻ കഴിയുമെങ്കിൽ പ്രാപിക്കുക. ഇന്ന് പകൽ ദൈവസന്നിധി തീരുമാനമെടുക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുക. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുക. എൻ്റെ ദൈവത്തിൻ്റെ വ്യവസ്ഥയിൽ ജീവിക്കുക. ഞാൻ ദൈവിക കൽപ്പന പ്രകാരം ആരാധിക്കുക. അങ്ങനെ നീ തീരുമാനമെടുത്ത ഈ പകൽ ഉലകം കണ്ടിട്ടില്ലാത്ത ചില കരുതലുകൾ നിന്റെ കൂടാരത്തിനകത്ത് എൻ്റെ ദൈവത്തിന് തരാൻ കഴിയും. ഈ പകൽ ദൈവത്തെ വിശ്വസ്തയോടെ ആരാധിക്കുന്നവർക്ക് വേണ്ടി ദൈവം കരുതുമ്പോൾ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, മാറിയിരുന്നു കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പകൽ അവൻ അവൻ നീതിയുള്ളവനാണ്, അവൻ നീതിയുള്ളവനാണ്. ഈ പകൽ നേരോടെ മടക്കുന്ന നേരോടെ മടക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മന്മയ്ക്ക് മുടക്കം വരില്ല. അമ്മേ ഹല്ലേലൂയ. ആ പദം എന്ന് പറഞ്ഞാട്ടെ, യഹോവായീരേ, യഹോവായീരേ. വീട്ടിനകത്ത് ശൂന്യതകൾ വെളിപ്പെടുമ്പോ പറയണം യഹോവായീരേ. മുൻപിൽ വഴികളെല്ലാം അടഞ്ഞു കിടക്കുമ്പോൾ പറയണം യഹോവായീരേ. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെല്ലാം എതിരാകുമ്പോൾ പറയണം യഹോവായീരേ. കുഞ്ഞിൻ്റെ ഭാവി എല്ലാം ശൂന്യമായി നിൽക്കുമ്പോൾ പറയണം യഹോവായീരേ. നാട്ടുകാർ പരിഹസിക്കുമ്പോഴും പറയണം യഹോവായീരേ. നിനക്കെതിരെ എല്ലാം പ്രതികൂലമാകുമ്പോഴും പറയണം എൻ്റെ യഹോവായീരേ. യഹോവ ചേരേ, എൻ്റെ യേശു കരുതിയിട്ടുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരപ്പൻ തൻ്റെ ഏകജാതനായ മകനെ യാഗമർപ്പിക്കണമെന്ന പദം, ആ കൽപ്പന ദൈവത്തിന്ന് കേൾക്കുക. അവനെതിരൊന്നും പറയാൻ നിന്നില്ല. അപ്പൻ ബാല്യക്കാരെ വിളിച്ചു, വിറക് കീറി കത്തിയെടുത്തു, തീയെടുത്തു. 3 ദിവസത്തോളം യാത്ര ചെയ്തു. മോറിയാദേശത്തിൽ ഒരു മലയിൽ കൂടെ ബാല്യക്കാരും തൻ്റെ മകനുമായി യാത്ര തിരിച്ച് മലയുടെ ചുരുവിൽ എത്തുമ്പോൾ ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കുക, ഞങ്ങൾ പോയി ആരാധന കഴിച്ചിട്ട് വരട്ടെ. അബ്രഹാം മല ചവിട്ടി കയറുമ്പോഴും ഇസഹാക്ക് അടുത്തു നിൽപ്പുണ്ട്. ഇസഹാക്കും അബ്രഹാം ഒരുമിച്ച് മല കയറി പോകുമ്പോൾ അപ്പൻ്റെ കയ്യിൽ വിറകുണ്ട്, കത്തിയുണ്ട്, തീയുണ്ട്. മകൻ തട്ടിയിട്ട് ചോദിക്കുക, അപ്പാ ഇത് മാത്രം പോരല്ലോ, യാഗം പൂർണ്ണമാകണമെങ്കിൽ യാഗമൃഗം വേണ്ടേ? ആ മകൻ എങ്ങനെ ആരാധിക്കണമെന്നറിയാം, ഏത് രീതിയിലാണ് ആരാധനയുടെ വ്യവസ്ഥ എന്നറിയാം. സങ്കടം പറയട്ടെ, നമ്മുടെ തലമുറകൾക്ക് പലതിനും ആരാധന എങ്ങനെ ആരാധിക്കണമെന്നറിയില്ല, ഏതാണ് സത്യദൈവമെന്നറിയില്ല, എവിടെ ദൈവത്തെ പാടണമെന്നറിയില്ല, ആരുടെ മുൻപിൽ മുട്ടുകുത്തണമെന്നറിയില്ല. കാണുന്നതെല്ലാം ദൈവമെന്ന് പറഞ്ഞു ഒരു തലമുറയോടുമ്പോൾ ഇസഹാക്ക് അബ്രഹാമിനോട് പറയുക, അപ്പാ യാഗം പൂർത്തീകരിക്കണമെങ്കിൽ യാഗമൃഗം വേണ്ടേ? സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നിന്റെ തലമുറയ്ക്ക് നിനക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലത് ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഹലോ, എങ്ങനെയും ആരാധിച്ചത് കൊണ്ടല്ലല്ലോ നമ്മൾ ഇതുവരെ വന്നത്. ഹലോ,
എങ്ങനെയും പാടിയത് കൊണ്ടോ കൈയടിച്ചത് കൊണ്ടോ അവര് തുള്ളിയതുപോലെയും ഇവര് തുള്ളിയതുപോലെയും ആ സഭയിൽ പോയതുപോലെ ആ സഭ മടക്കുന്നത് പോലെ നടന്നത് കൊണ്ടല്ലോ നമ്മൾ ഇതുവരെ വന്നത്. നമ്മൾ വന്നത് ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിച്ചല്ലേ. ഹലോ, അവിടെ ഇങ്ങനെയാണല്ലോ ഇവിടെ ഇങ്ങനെയാണല്ലോ എന്ന് പറഞ്ഞിട്ടല്ലോ ദൈവത്തിന്റെ കൽപ്പന എന്ന് പറയുമോ അതനുസരിച്ചല്ലേ നമ്മൾ ഇതുവരെയും എത്തിയത്. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തെ വ്യവസ്ഥയോടെ ആരാധിച്ചത് കൊണ്ടല്ലേ ഈ പ്രായത്തിലും ഇതിനകത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ വ്യവസ്ഥയോടെ ആരാധിച്ചത് കൊണ്ടല്ലേ മരണത്തിന്റെ ദൂതൻ വീട്ടിന്റെ മുന്നിൽ വന്നിട്ട് അതിന് തൊടാൻ കഴിയാതെ വന്ന് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ വേലി നിനക്ക് ചുറ്റുമുണ്ടായിരുന്നത്, നിനക്കുള്ളതിന് ചുറ്റുമുണ്ടായിരുന്നത്. ഈ പകൽ ദൈവത്തെ വ്യവസ്ഥയോടെ ആരാധിച്ചത്. പിടികിട്ടിയവരുണ്ടെങ്കിൽ എങ്ങനെയും ആരാധിച്ച മടക്കില്ല പ്രിയരെ. മക്കളെ, എങ്ങനെയും ആരാധിച്ച എവിടെയും ആരാധിച്ച എല്ലാവരും തുള്ളുന്നത് പോലെ തുള്ളിയ കാര്യം മടക്കില്ല. ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കണം. ആമേൻ. ദൈവത്തെ ആരാധിക്കേണ്ടവണ്ണം ആരാധിക്കുന്നത് കൊണ്ടല്ലേ ഇന്നും ദൈവസന്നിധി നിലനിൽക്കുന്നത്. എത്രയോ പ്രാവശ്യം തകർന്നു പോകേണ്ടതായിരുന്നു. എത്രയോ പ്രാവശ്യം കൂടാരത്തിന് നേരെ പ്രതിസന്ധികൾ വന്നു. എത്രയോ പ്രാവശ്യം മരണം മുന്നിൽ കണ്ടു. അവിടെ വീഴാതെ വണ്ണം പിടിച്ച് കയറ്റി അർഹതയില്ലാത്തടുത്ത് നിർത്തിയതിന് കാരണമെന്നറിയാമോ? നിന്റെ മാവിൽ ആരാധന ഉണ്ടായിരുന്നത് കൊണ്ട്, നിന്റെ കൂടാരത്തിൽ ആരാധന ഉണ്ടായിരുന്നത് കൊണ്ട്. അതുകൊണ്ട് നീ വീഴാതിരുന്നെടുത്ത് നിന്റെ തലമുറയും വീഴാതിരിക്കണമെങ്കിൽ അവർക്ക് ആരാധന എങ്ങനെയെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ആരാധനയുടെ വ്യവസ്ഥ അറിയിച്ചു കൊടുക്കണം. ആരാധനയുടെ പ്രാധാന്യം. ആരാധനയുടെ പ്രാധാന്യം പഠിപ്പിച്ചു കൊടുക്കണം. ആരാധനയുടെ പ്രാധാന്യം പഠിപ്പിച്ചില്ലെങ്കിൽ നീ നിന്നതുപോലെ നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ഹലോ, നമ്മുടെ അപ്പനമ്മമാർ നിന്നത് അവർ ആരാധിച്ചത് കൊണ്ടാണ്. സത്യദൈവത്തെ സ്തുതിക്കേണ്ടവണ്ണം സ്തുതിച്ചത് കൊണ്ടാണ്. ഇന്നു പകൽ അവര് നിന്നതുപോലെ നമുക്കും നിൽക്കണമെങ്കിൽ അങ്ങനെ ആരാധിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അബ്രഹാമിനറിയാം, ഇസഹാക്ക് ചോദിക്കുകയാണ്, എൻ്റെ മകൻ ആരാധനയുടെ വ്യവസ്ഥ അറിയാം. അതുകൊണ്ടാണ് ഇസഹാക്ക് അബ്രഹാമിനോട് ചോദിക്കുന്നു, അബ്രഹാമേ, അപ്പനെ യാഗമൃഗം എവിടെ? അപ്പൻ്റെ മനസ്സ് പടയുന്നത് കണ്ടോ? ഒറ്റ മകനാ പ്രാർത്ഥിച്ച് ലഭിച്ചതാ, വാഗ്ദത്തമുള്ളവനാ, അവൻ്റെ തലയെ അറുക്കേണ്ടത്. അപ്പൻ നടന്നു കയറുമ്പോഴും അപ്പൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എൻ്റെ മകനെ യാഗമാർക്കേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ച് മുകളിലേക്ക് പോകുമ്പോഴും അപ്പൻ്റെ കരം തട്ടിയിട്ട് മോൻ ചോദിക്കുക, യാഗമൃഗം എവിടെ? ഏതപ്പന് പറയാൻ കഴിയും, എടാ യാഗമൃഗം നീയാണ്, നിന്നെയാണ് ഞാൻ അറുക്കാൻ പോകുന്നത്. ഒരപ്പനും പറയാൻ കഴിയില്ല. അവിടെ എല്ലാം തകരുന്ന സമയത്ത് ഇനി അപ്പുറത്തൊരു ഇതില്ല. എല്ലാത്തിൻ്റെയും അവസാനം മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴും അബ്രഹാം പറയുന്നത് വിശ്വാസത്തിൻ്റെ വാക്കുകൾ. ഹല്ലേലൂയ. എത്ര പേർക്ക് പിടികിട്ടി? എല്ലാം ശൂന്യമാണ്, എല്ലാം ശൂന്യമാണ്, എല്ലാം അവസാനിക്കാൻ പോവുക. എൻ്റെ കുഞ്ഞിൻ്റെ എൻ്റെ കുഞ്ഞിൻ്റെ തലയറുത്ത് ദൈവത്തിന് വേണ്ടി അവൻ്റെ രക്ത സൗരഭ്യവാസന മണക്കുന്ന ഹോമയാഗമാക്കാൻ പോവുകയാണ്. അത് മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴും ശ്രദ്ധിച്ചു കേട്ടെ, വചനം ഇങ്ങനെ പറയുന്നു, വിശ്വാസത്തിൻ്റെ വാക്ക് പറയുക,
നിന്റെ കൂടാരത്തിനകത്തെല്ലാം എതിരായി നിൽക്കുമ്പോൾ, എല്ലാം പ്രതിസന്ധിയാകുമ്പോൾ, നീ പരാജയത്തിന്റെ വാക്കല്ല, ഭയത്തിന്റെ വാക്കല്ല. പലരും പറയുന്നത് കണ്ടിട്ടുണ്ട്, ഞാൻ തീർന്നു, എൻ്റെ ജീവിതം തീർന്നു, ഞാൻ അവസാനിച്ചു, എൻ്റെ ഭാവി അവസാനിച്ചു, എൻ്റെ ശുശ്രൂഷ അവസാനിച്ചു. അങ്ങനെയല്ല ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. എല്ലാം അവസാനിച്ചു എന്ന് തോന്നുമ്പോൾ വിശ്വാസത്തോടെ പറയണം, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഇതിനപ്പുറം എൻ്റെ ദൈവത്തിന്റെ കരുതൽ കാണാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞു. ഈ പകൽ എൻ്റെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടിയും ചലിക്ക്. ഈ പകൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിരിക്കും ആരെങ്കിലും ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിൽ ഈ പകൽ പറ, യഹോവ ജയരേ, അവൻ കരുതിയിട്ടുണ്ട്. വലിയൊരു പ്രസൻസ് ഇതിനകത്ത് ചലിക്കുകയാണ്. എല്ലാം അവസാനിച്ചു, എല്ലാം അവസാനിച്ചു. ഇനി ആത്മഹത്യ മാത്രമെന്ന് മുന്നിൽ കണ്ട് ഇനി ഒരു പോവടിയില്ലെന്ന് പറയുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഈ വന്ന് പറയുക, കുഞ്ഞേ ഇല്ല, കുഞ്ഞേ ഇല്ല, നിനക്കപ്പുറത്ത് ദൈവത്തിന്റെ കരുതലിന്റെ കരമുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില കരുതലിന്റെ മഹത്വമേറിയ കരങ്ങൾ നീ കാണാൻ പോകുകയാണ്. ഈ പകൽ വിശ്വസിക്കാമെങ്കിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങ്. നിന്റെ കൈമേൽ കെട്ടിയ ചില ചങ്ങലകൾ ഈ പകൽ പൊട്ടിമാറ്റി ദൈവത്തോടുള്ള ദൈവത്തോടുള്ള വിശ്വാസത്തിന്റെ ആഴം കൂടട്ടെ. ഈ പകൽ ദൈവത്തിന്റെ കരുതലുകൾ വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. ഓ ധൈര്യത്തോടെ പറ, ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. ഒരു സൈന്യം എൻ്റെ പേരെ പാളയമിറങ്ങിയാൽ, ഒരു യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയനായിരിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും, എൻ്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും, എന്തെല്ലാം ജീവിതത്തിനകത്ത് ഏതെല്ലാം ഏറ്റക്കുറച്ചിലുകൾ ഉയർച്ചകളും താഴ്ചകളും വന്നാലും ഞാൻ നിർഭയനായിരിക്കും. എൻ്റെ വിഷയം എനിക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്. അപ്പൻ പറയുന്നത് കേട്ടോ, മകൻ യാഗമാകേണ്ടവനാ. എങ്കിലും മകനോട് പറയുക, യഹോവ കരുതിക്കൊള്ളും, യഹോവ കരുതിക്കൊള്ളും. പക്ഷേ അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവാത്മാവിൽ പൗലൂസ് ഇങ്ങനെ എഴുതുന്നുണ്ട്, ചാരത്തുനിന്ന് പോലും എനിക്ക് തലമുറയെ ഉണ്ടാക്കി തരാൻ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. അബ്രഹാം വിശ്വസിച്ചത് എൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തറുത്ത് അവൻ്റെ തൊലി ഉരിച്ച് യാഗപീഠത്തിൻ്റെ മേൽ മാംസമായി വെച്ച് അവൻ്റെ രക്തം അതിൻ്റെ മേൽ ഒഴുക്കി ദൈവത്തിന് യാഗമാക്കേണ്ടി വന്നാലോ ആ ചാരമുണ്ടല്ലോ, ആ ചാരമുണ്ടല്ലോ, അവൻ്റെ മാംസങ്ങൾ ചാരമാകുന്ന ചാരത്തുനിന്ന് എനിക്ക് തലമുറയല്ല തലമുറകളെ തരോ കഴിയുമെന്ന് അബ്രഹാം വിശ്വസിച്ചിരുന്നു. ഈ പകൽ എത്ര പേർക്ക് തന്റെ ഇടമുണ്ട് അതുപോലെ വിശ്വസിക്കുക. എന്റെ ജീവിതം ഇവിടം കൊണ്ട് തീരില്ല, ഇവന്റെ അവസാനമല്ല, ഈ പ്രതിസന്ധി എന്നെ തകർക്കില്ല. വലിയ ദൈവിക പ്രസൻസ് ഈ പകൽ അങ്ങനെ ഒരു വിശ്വാസം വരുമ്പോൾ ദൈവത്തിൻ്റെ കരുതലുകൾ ഓട്ടോമാറ്റിക്കായി വെളിപ്പെടും.
വിശ്വാസവും ആമേൻ നിന്റെ ഹൃദയത്തിനകത്ത് വർദ്ധിക്കുമ്പോൾ ഇതുവരെ കാണാത്തത് വെളിപ്പെടും. ഇതുവരെ കാണാത്തത് വെളിപ്പെടും. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ പറയാ, മനുഷ്യനിൽ ആശ്രയിക്കാൻ പോകരുത്. മനുഷ്യന്റെ അടുത്ത് പറയാൻ പോകരുത്. നിന്റെ വിഷയം എത്ര വലിപ്പമുള്ളതാണേലോ, നിനക്ക് താങ്ങാൻ കഴിയാത്തതാണേലോ, ആത്മാവിൽ വിശ്വസിക്കണോ, എനിക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു ദൈവമുണ്ട്. ഒരപ്പം പറയുക, ഈ ചാരത്തുനിന്ന് എനിക്ക് തലമുറകളെ ഉണ്ടാക്കി തരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അവിടം കൊണ്ട് തീർന്നില്ല പ്രിയരെ. അവൻ മോറിയ ദേശത്തിലെ മലയിൽ കയറി. അവന് യാമേ, ഞാനിങ്ങനെ പറയാറുണ്ട്, അബ്രഹാമിന് യാഗമർപ്പിക്കാൻ യാഗപീഠമില്ലായിരുന്നു. യാഗപീഠം ഇല്ലായിരുന്നു. യാഗപീഠം പണിയാൻ അബ്രഹാം കല്ല് പുറക്കുമ്പോൾ ഇസഹാക്ക് കരുതൽ തിരക്കുകയാ. അപ്പം പറയുക, എടാ ദൈവം കരുതിയിട്ടുണ്ട്. അപ്പൻ കല്ല് പിറക്കുക യാഗപീഠം പണിയാൻ. ഇസഹാക്ക് കരുതൽ തിരക്കുകയാ. എവിടെയാണ് അപ്പൻ പറഞ്ഞ ആട്ടിൻകുട്ടി? എവിടെയാണ് അപ്പൻ പറഞ്ഞ ആട്ടിൻകുട്ടി? യാഗത്തിൻ്റെ മൃഗത്തെ തിരക്കുക. ഈ പകൽ ആത്മാവിലൊരു ദൂത് ഞാൻ കൈമാറാം. നീ ആരാധനയ്ക്കും ദൈവസഭയ്ക്കും വില കൊടുത്താൽ, നിന്റെ കരം ദൈവാലയത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നീ കരം നീട്ടിയാൽ, നീ യാഗപീഠം പണിയാൻ നിന്റെ കല്ലെടുക്കാൻ നിന്റെ കരം ശക്തിയുള്ളതാണെങ്കിൽ, ഈ പകൽ ആത്മാവിൽ ഒരു ദൂത് കൈമാറാ. നിന്റെ തലമുറ തകരില്ല, നിന്റെ തലമുറ വളരൂ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അബ്രഹാം കല്ല് പറക്കുന്നു. നമ്മൾ വായിച്ച ഏലിയാവുണ്ടല്ലോ, കർമ്മേലിൽ ഇടിഞ്ഞു കിടന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്തുള്ള ചർച്ചയിൽ അത് പ്രസംഗിച്ചെന്ന് തോന്നുന്നു. അബ്രഹാം കല്ല് പറക്കി ഒന്നേന്ന് യാഗപീഠം പണിയുന്നു. ഏലിയാവ് ഇടിഞ്ഞു കിടന്ന യാഗപീഠം പുതുക്കി പണിയുന്നു. മറ്റൊരു ഭക്തനുണ്ട്, അവൻ്റെ പേര് ശമുവേൽ എന്നാണ്. അവൻ്റെ വീട്ട് രാമയിലാണ്. എവിടെയൊക്കെ പോയാലും അവൻ അവസാനം രാമയിൽ വരും. അവൻ്റെ വീട് രാമയിലാണ്. ആ ഭക്തൻ്റെ പ്രത്യേകത, വീട്ടിനോട് ചേർന്ന് യാഗപീഠമുണ്ട്. എന്ന് പറഞ്ഞാൽ യാഗപീഠത്തോട് ചേർന്നാണ് അവൻ്റെ ഭവനം. ഈ പകൽ എൻ്റെ ചോദ്യം, നിന്റെ ഭവനത്തിനകത്ത് യാഗപീഠമുണ്ടോ? നിന്റെ ഭവനത്തിനകത്ത് ദൈവത്തിന് പ്രസാദകരമായ യാഗമർപ്പിക്കുന്ന യാഗപീഠമുണ്ടോ? പുതുനിയമത്തിന്റെ വ്യവസ്ഥയിൽ ആരാധനയുള്ള ഭവനമാണോ? പ്രാർത്ഥനയുള്ള ഭവനമാണോ? ദൈവത്തെ മുഴങ്കാലിൽ നിലവിളിക്കുന്ന ഭവനമാണോ? സ്നേഹിത, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനകത്ത് യാഗപീഠമുണ്ടോ? ദാൻ മുതൽ ബർശേബ വരെ ശമൂവേൽ വിശ്വസ്ത പ്രവാചകനാകാനുള്ള ഒരേ ഒരു കാരണം, അവൻ്റെ ഭവനത്തോട് ചേർന്ന് ഈ യാഗപീഠം ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് വാക്തത്വമുണ്ട്. അമ്മയുടെ വാക്തത്വം കൊണ്ടൊന്നും യാഗപീഠമില്ലാത്ത തലമുറ അങ്ങെത്തില്ല. നിങ്ങൾ പിണങ്ങി. ഹല്ലേലൂയ. അപ്പന് വാക്തത്വമുണ്ട്. അപ്പൻ കേട്ട വാക്തത്വം കൊണ്ടൊന്നും മക്കൾ അങ്ങനെ കരയിലെത്തണമെന്നൊന്നുമില്ല. മക്കൾ എത്തണമെങ്കിൽ മക്കളുടെ കൂടാരത്തിനോട് ചേർന്ന് യാഗപീഠം ഉണ്ടാകണം, ആരാധന ഉണ്ടാകണം. ആരാധനയില്ലാത്തവന്റെ ഭാവി നശ്വരമാണ്, അത് തകർമ്മമാണ്. ഹല്ലേലൂയ.
ആരാധനയുപേക്ഷയായി വിചാരിക്കുന്നവന്റെ ജീവിതം ആമേൻ അത് ബേസ്മെന്റ് ഇല്ലാത്ത കെട്ടിടമാണ്. സുവിശേഷത്തിന്റെ ഭാഷയിൽ പറഞ്ഞ മണ്ണിന്മേൽ പണിത വീട്. വൻമഴ പെയ്തു, കാറ്റടിച്ചു, വെള്ളമൊക്കെ അങ്ങ് പൊങ്ങേണ്ട ആവശ്യമില്ല. 2 തുള്ളി വെള്ളം വീണാൽ മതി, ഓരോന്നും ഒലിച്ചുകൊണ്ട് അങ്ങ് പോയിക്കോളും. ഇന്ന് പകലൊരു ഭക്തൻ വിശ്വസ്തനായി മാറിയത് അവൻ്റെ കൂടാരത്തിൽ യാഗപീഠമുണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് തകർന്നു പോകാതിരിക്കണമെങ്കിൽ ഇന്ന് പകൽ ഞാൻ സ്നേഹത്തോടെ ഭയത്തോടെ പ്രസംഗിക്കട്ടെ. ആലയത്തിനകത്ത് നിങ്ങളുടെ അടുത്തിരിക്കുന്ന 2-1 നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യകാലത്തിൻ്റെ അവസാന മണിക്കൂറുകളിൽ വേദികളിൽ ശക്തന്മാരായി നിൽക്കുന്ന പലരും വീണുകൊണ്ടിരിക്കുന്ന ഈ അവസാന മണിക്കൂറുകളിൽ വിശ്വസ്തനായി നിൽക്കണമെങ്കിൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നിന്റെ കൂടാരത്തിനകത്ത് യാഗപീഠമുണ്ടാകണം. ഇന്ന് പകൽ ഉണ്ടായിരുന്ന യാഗപീഠം ഇടിഞ്ഞുപോയ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇടിഞ്ഞുപോയവനെ ഏലിയാവ് പുതുക്കി പണിതതുപോലെ ഈ പകലൊന്ന് പണിയണം. ഹല്ലേലൂയ. നാട് നീളം അടമിട്ട് കിട്ടുന്നതെല്ലാം കടിച്ചിട്ട് വന്ന് മറിഞ്ഞു വീണ് ഉറങ്ങി തീർക്കരുത്. ഹല്ലേലൂയ. മാറിയിരുന്ന് ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ട് കിടക്കാവൂ. ഒറ്റയ്ക്കിരുന്ന് ദൈവസന്നിധിയിൽ ഒരു വാക്കെങ്കിലും പ്രാർത്ഥിച്ചിട്ട് എഴുന്നേറ്റു വരാവൂ. ഹല്ലേലൂയ. ഇവിടെ ഏലിയാവ് ഇടിഞ്ഞു കിടന്നവനെ പുതുക്കി പണിയുന്നു. ഇവിടെ അബ്രഹാം യാഗപീഠമേ ഇല്ല, യാഗപീഠം പണിയുക. ഇന്ന് പകൽ നിങ്ങളുടെ കണ്ടീഷൻ എങ്ങനെയെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ഇന്നലകളിൽ യാഗപീഠം ഉണ്ടായിരുന്നവർ കണ്ടേക്കാം അത് ഇടിഞ്ഞ് കിടക്കുകയാണ്. പാസ്റ്റേ, എൻ്റെ ആത്മീക ജീവിതം ഇടിഞ്ഞതാണ്. എൻ്റെ ജീവിതത്തിൻ്റെ മേഖലകൾ ദൈവവുമായുള്ള ബന്ധം ഇടിഞ്ഞതാണ്. ഇന്ന് പകൽ പുതുക്കി പണിതേ പറ്റൂ, പുതുക്കി പണിതേ പറ്റൂ. അത് സബിം പാസ് പണിത പറ്റില്ല, ശമുവേൽ പാസ് പണിത പറ്റില്ല. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിതേ പറ്റൂ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിതേ പറ്റൂ. എത്ര നാളായി മാമ സ്ഥലം മറം ആരാധിച്ചിട്ട്, എത്ര നാളായി ദൈവ സാന്നിധ്യം ഒന്ന് നിന്റെ ശരീരം തിരിച്ചറിഞ്ഞിട്ട്, എത്ര നാളായി കണ്ണുനീരോട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചിട്ട്, ഇന്ന് പകൽ ഇതൊന്നും ചെയ്യാൻ കഴിയുമില്ലെങ്കിൽ നിന്റെ ആമ യാഗപീഠം ഇടിഞ്ഞു കിടക്കുക. ഈ പകലൊന്ന് പുതുക്കി പണിയ്. ഇല്ല എങ്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതികൂലങ്ങളോ പ്രതിസന്ധികളോ ഇവിടെ കണ്ടോ അബ്രഹാം കണ്ടോ? അബ്രഹാമിന്റെ പ്രത്യേകത, എവിടെ പോയാൽ അവൻ യാഗപീഠം പണിയും. ഹല്ലേലൂയ. എവിടെ പോയാൽ യാഗപീഠം പണിയും. ആമേൻ. അവൻ മോറിയ ദേശത്ത് പോയപ്പോഴും യാഗപീഠം പണിയുക. യാഗപീഠത്തിൻ്റെ കല്ലുകൾ പിറക്കുമ്പോൾ അവൻ്റെ തലമുറയായി ഇസഹാക്ക് ദൈവത്തിൻ്റെ കരുതലുകൾ നോക്കി നടക്കുക. എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ആട്ടിൻ കൊറ്റൻ കിടന്നെടുത്തെല്ലാം ഇസഹാക്ക് പോയി നോക്കി കാണണം. ഹലോ, നോക്കി കാണണം. പക്ഷെ അപ്പോഴൊന്നും അവൻ്റെ കണ്ണിൻ്റെ മുൻപിൽ ആട്ടുകൊറ്റൻ വെളിപ്പെട്ടു വന്നില്ല. കാരണം എന്തെന്നറിയാമോ? നീ ചിന്തിക്കുന്ന സമയത്തൊന്നും ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടത്തില്ല. നീ ചിന്തിക്കും, കർത്താവ് എന്നെ മറന്നു, എൻ്റെ ജീവിതം നീ മറന്നു, എൻ്റെ ഭാവി മറന്നു. ദൈവത്തിൻ്റെ കരുതൽ എപ്പോൾ വെളിപ്പെടണമെന്നറിയാമോ? ദൈവത്തിനറിയാ. നിന്റെ അപ്പനായ അബ്രഹാം നിന്നെ യാഗപീഠത്തിന്റെ മേൽ കിടത്തു. അവന്റെ കര കത്തിയോടെ ഉയർന്നു നിന്റെ കഴുത്തിന്റെ അടുക്കൽ വരുമ്പോ ഞാൻ അവനെ വിളിക്കൂ. ആ സമയത്ത് നിന്റെ കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടാത്ത കരുതൽ, ഇതുവരെ കണ്ടിട്ടില്ലാത്തത് നിനക്ക് വേണ്ടി ഞാൻ പുറമിട്. ഈ പകൽ ആത്മാവിൽ ആരോടൊക്കെ ദൂത് കൈമാറുന്നു. ദൈവത്തിന്റെ സമയം വെളിപ്പെടും കുഞ്ഞ്. കാലങ്ങൾ കഴിയുമ്പോ, ചില ദിവസങ്ങൾ കഴിയുമ്പോ, ചില മണിക്കൂറുകൾ കഴിയുമ്പോ, ഇതുവരെയും നീ കാണാത്തത് നിന്റെ കണ്ണുകൊണ്ട് കാണാ ദൈവത്തിന്റെ സമയം.
വിശ്വസിക്കാമെങ്കിൽ ആമേൻ പറഞ്ഞ് സ്വീകരിക്കുക. നിന്റെ സമയത്തല്ല, നിന്റെ സമയത്തല്ല, നിന്റെ മാതാപിതാക്കളുടെ സമയത്തല്ല, ഇസഹാക്കേ അബ്രഹാമിന്റെ സമയത്തല്ല, ഇസഹാക്കേ നിന്റെ സമയത്തല്ല, എന്റെ സമയമുണ്ട്. അന്ന് ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കിയ കരുതലുകൾ നിന്റെ കണ്ണുകൊണ്ട് കാണ്. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ഈ പകൽ ആരാപിച്ചു തുടങ്ങ്. നിന്റെ കൂടാര ദൈവത്തിന്റെ കരുതൽ കാണ. വർഷങ്ങൾ പഴക്കമുള്ള ചില ദൈവിക കരുതലുകൾ, വർഷങ്ങൾ പഴക്കമുള്ള ചില വിഷയങ്ങളുടെ ദൈവത്തിന്റെ കരുതലുകൾ ഈ പകൽ വെളിപ്പെടുകയോ, ഈ പകൽ വെളിപ്പെടുകയോ. നീ തിരഞ്ഞു, നീ തിരഞ്ഞു, നീ ഒത്തിരി തികഞ്ഞു, നീ ഒത്തിരി ഓടി, നീ ഒത്തിരി ഓടി, നീ ഒത്തിരി പ്രാർത്ഥിച്ചു ആ വിടുതലിന് വേണ്ടി, ആ വിഷയത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി. പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും നടന്നില്ല. പക്ഷെ ദൈവം എന്നോട് പറയുന്നു, ഈ പകൽ നിനക്ക് വേണ്ടി ചിലത് തുറന്നു വരിക. ഇതാ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയ ദൈവത്തിൻ്റെ സമയം, എൻ്റെ ഭാവിക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയ സമയം. മാതാപിതാക്കളെ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്ക്, ആത്മാർത്ഥമായി പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്ക്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരുക്കിയ സമയം ആ വെളിപ്പെട്ടു വരുന്നു, ആ വെളിപ്പെട്ടു വരുന്നു. ഒരു മന്ത്രവാദിക്ക്, ഒരു മേർച്ചകൾക്ക്, ഒരു ആഭിചാരകന് അടുക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിന്റെ മഹത്വം Shadamene Turi Bidi Railabaram Durabachavaram Daragadagabara, Delagadagabara, Delagadagapara Arabarame ഇന്നു പകൽ നീ അന്വേഷിച്ച സമയത്ത്, നീ ആഗ്രഹിച്ച സമയത്ത് ഒരുപക്ഷെ ആട്ടുകൊറ്റനെ നീ കണ്ടില്ലെന്ന് വന്നേക്കാം. പക്ഷെ ദൈവത്തിന്റെ സമയത്ത് അവൻ മുൻപും വരില്ല, പിന്നെയും വരില്ല. അവൻ തക്ക സമയത്ത് വരുന്ന ദൈവമാ. അവന് നിന്നെ ഉയർത്തേണ്ട സമയം അറിയാൻ കുഞ്ഞ്, നിന്നെ മാനിക്കേണ്ട സമയം അറിയാൻ കുഞ്ഞ്. നിന്റെ പിതാക്കന്മാർ കരഞ്ഞ കണ്ണുനീരിന് മറുപടി കൊടുക്കേണ്ട സമയം അറിയാൻ കുഞ്ഞ്. ഈ പകൽ അവന്റെ ബലമുള്ള കരങ്കീഴിൽ ഈ പകൽ താണിരിക്കുക. അവൻ നിന്നെ ലിഫ്റ്റ് ചെയ്ത് ഉയർത്ത്. കരമടിച്ചു വായ്കളെ തുറമ. ശാരാമാന ധൂരബലധുര വൈഡബരംദര ഹീരം ധാര 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 ഓ റിബല ബല ബല ഗടഗ ബരാദല ഗടഗ ശാരൈഖമന ബല ഗടഗ. ഈ പകൽ ഈ വചനം അങ്ങനെ റിലീസ് ചെയ്യുക. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവിക കരുതലുകൾ വെളിപ്പെടട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദൈവമകത്വം. ഹല്ലേലൂയ. ദൈവാത്മാവ് എന്നോട് കൃത്യമായൊരു ദൂത് കൈമാറുന്നു. നീ ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ആഗ്രഹിച്ചു. ആ സമയത്തൊന്നും നടന്നില്ല. പക്ഷെ എൻ്റെ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി കരുതിയൊരു സമയമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി മാറ്റിയിട്ടൊരു സമയമുണ്ട്. അന്നുതാ അവൻ ഇസഹാക്കിന് വേണ്ടി എൻ്റെ ദൈവം കരുതിയതുപോലെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റുന്നു സാക്ഷി പറയത്തക്ക നിലവാരത്തിൽ. ഇവിടെ മാത്രമല്ല, ദേശങ്ങളിൽ സാക്ഷി പറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിൻ്റെ കരുതലിൻ്റെ കര ഈ പകൽ ചില കൂടാരങ്ങളുടെ എൻ്റെ ദൈവം തുറമിടുകയാ. ദൈവം തുറമിടുകയാ. യഹോവ ഈരയാ ചില കൂടാരങ്ങളുടെ മേൽ വെളിപ്പെടുകയാ. എന്നോട് ദൈവാത്മ പറയുന്നു, 2025 7-ാം മാസം
രണ്ടാമത്തെ ആഴ്ച കഴിയും തോറും ദൈവത്തിൻ്റെ വലിയ കരുതലുകൾ ദൈവസഭ കാണും. ദൈവസഭ കാണും. ദൈവസഭ കാണും. ദൈവസഭ കാണും. ഇന്നേക്ക് 4 മാസം കഴിയുമ്പോൾ വലിയൊരു ചേഞ്ച് ഈ അറ്റ്മോസ്ഫിയർ മുഴുവനും മാറും. അത്തരത്തിലുള്ളൊരു ദൈവത്തിൻ്റെ ഫേവർ വെളിപ്പെടുന്നു. ഒരു വ്യക്തിയല്ല, 2 വ്യക്തിയല്ല, 3-ലധികം വ്യക്തികളുടെ കരങ്ങൾ ഈ വണ്ണവും ബലപ്പെടുത്തുന്നു, 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 ബലപ്പെടുത്തുന്നു. ഇങ്ങോട്ട് വന്ന് നന്മകൾ ദൈവാലയത്തിന് വേണ്ടി ദൈവദാസനെ എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഇതിനകത്തിരിക്കുന്ന ചില വ്യക്തികളുടെ കരത്ത് എൻ്റെ ദൈവം വർദ്ധിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു, വർദ്ധിപ്പിക്കുന്നു. അടഞ്ഞുപോയത് യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തുറന്നു വരട്ടെ. ഇപ്പോൾ right now ഇപ്പോൾ എന്നോട് ദൈവാത്മ പറയുന്നു, ചില വസ്തു സംബന്ധമായ വിഷയങ്ങൾ ദൈവം ഡീൽ ചെയ്യുന്നു. പക്ഷെ ഇവിടെ ഇരുന്നൊരു തീരുമാനം എടുക്കണം. ദൈവം അതിനെ കൈകാര്യം ചെയ്താൽ ഞാൻ ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കും, ദൈവരാജ്യത്തിന് വേണ്ടി വിതയ്ക്കും. അങ്ങനെ തീരുമാനമെടുക്കുന്നിടമേ ഈ പകൽ ദൈവത്തിൻ്റെ കരം എന്നോട് ദൈവാത്മ പറയുന്നു, 4-ലധികം വർഷമായി തടഞ്ഞിട്ട നന്മയെ ഈ പകൽ ദൈവം ഓപ്പൺ ചെയ്യുക. ആരോടും അറിയില്ല. വലിയ ദൈവത്തിൻ്റെ കരം, വലിയ ദൈവത്തിൻ്റെ കരം ഈ പകൽ ഇറങ്ങി നിൽക്കുക. ലൈവിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ ഈ പകൽ നിങ്ങൾ പ്രാർത്ഥിച്ചോ, ദൈവത്തിൻ്റെ കരം, ദൈവത്തിൻ്റെ സമയം. ഒത്തിരി അന്വേഷിച്ചു, ഒത്തിരി തിരഞ്ഞു. പക്ഷെ പലയിടത്തും നിന്നാ പാത്ര. പലരും ദൂരെ നിന്ന് പരിഹസിച്ചു, ദൂരെ നിന്ന് അപമാനിച്ചു, ദൂരെ നിന്ന് നിനക്കെതിരെ സംസാരിച്ചു. എൻ്റെ ദൈവം പറയുന്നു, നിന്റെ സമയം വെളിപ്പെട്ടു കഴിഞ്ഞു. ദാ പരിഹസിച്ചവർ കാണുക, മിമ്മിച്ചവർ കാണുക, തീർന്ന് അപമാനിച്ചവർ കാണുക. നിന്റെ തലയിൽ ദൈവം എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ആ അഭിഷേകത്തിൽ ദൈവം ചില നിയോഗങ്ങളെ കൈമാറുന്നു. ഈ ദിനത്തിന്റെ ശിരസിന്റെ മേൽ സ്വർഗമേ നീ കരം വയ്ക്കണം. ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവിടമേ അങ്ങയുടെ കരം വയ്ക്കണം. എന്നോട് ദൈവാത്മ പറയുന്നു, ചില നന്മകൾ വേഗത്തിൽ വെളിപ്പെടും, ചില ഉയർച്ചകൾ വേഗത്തിൽ വെളിപ്പെടും. വലിയ ദൈവമഹത്വം വെളിപ്പെടണം. ആലയത്തിനകത്ത് തുടർമാനമായി പ്രാർത്ഥനകൾ ഉയരട്ടെ. ഈ ആണ്ടിൽ തുടർമാനമായി പ്രാർത്ഥനകൾ ഉയരട്ടെ. ഇതിൻ്റെ ചരിത്രത്തെ പോലും ഞാൻ മാറ്റും. ഇതിൻ്റെ പേര് പോലും ഞാൻ മാറ്റിത്തിരിക്കും. ദേശത്തിൻ്റെ മേൽ ഇതിൻ്റെ സ്തുതി വർദ്ധിക്കും. കിലോമീറ്റർ അല്ല, രാജ്യങ്ങളിൽ നിന്ന് എന്നോട് ദൈവാത്മ പറയുന്നു, ഞാൻ ചിലതിനെ ഉറപ്പിക്കും,
ഞാൻ ചിലതിനെ ഉറപ്പിക്കും, ചിലതിനെ ഞാൻ ഉറപ്പിക്കും. വലിയൊരു ഗ്രൗണ്ട്, വലിയൊരു വിശാലത ദൈവാത്മാവ് കൽപ്പിക്കും. ഈ ശൂന്യതകൾ മാറും, ഈ ഞെരുക്കങ്ങൾ മാറും. ഞാൻ ആലയത്തു നിന്ന് ചിലതിനെ വെട്ടിമാറ്റും, ഞാൻ ചിലതിനെ വെട്ടിമാറ്റും. പക്ഷെ ഞാൻ ചിലതിനെ കൽപ്പിക്കും. വടക്കിനോട്, തെക്കിനോട്, കിഴക്കിനോട്, പടിഞ്ഞാറിനോട് ഞാൻ കൽപ്പിക്കും. കൂട്ടമായി കൂട്ടമായി 4 ദിക്കിൽ 4 വാഹനങ്ങൾ പോകത്തക്ക നിലവാരത്തിൽ ഒരു ദൈവത്തിൻ്റെ മഹത്വം. ഓ കൃപ കൃപ അധികമായി നീ കാണാത്ത ചിലത് അവിടെ ഇല്ലാഞ്ഞിട്ടല്ല, ദൈവം മറച്ചതാ. ദൈവം മറച്ചതാ. ദൈവത്തിൻ്റെ സമയത്ത് അത് വെളിപ്പെടും. ദൈവത്തിൻ്റെ സമയത്ത് വെളിപ്പെടും. ഏലിയാവേ, ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെന്നത്, ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെന്നത്. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഞാൻ പറഞ്ഞിട്ടാണ് നീ ചെയ്തതെങ്കിൽ നിനക്കുള്ളത് ചിലത് പറന്നിറങ്ങും, നിനക്കുള്ളത് ചിലത് മറന്നിറങ്ങും. ഒരു വ്യക്തിക്കും കൊടുക്കാത്ത, ഇവിടെ മലയാള ഭാഷയിൽ പറഞ്ഞാൽ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത അതുപോലെയുള്ളൊരു മനോഭാവമുള്ളൊരു പക്ഷിയാ കാക്ക. അതിനെ കൊണ്ട് ദൈവത്തിന് പോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ എൻ്റെ ദൈവാത്മാവ് പറയുന്നു, ഞാൻ നിൻ്റെ സഭയെ വളർത്തും, നിൻ്റെ സഭയെ ഞാൻ വളർത്തും, നിൻ്റെ കുടുംബത്തെ ഞാൻ വളർത്തും, നിൻ്റെ തലമുറകളെ ഞാൻ വളർത്തും, നിന്നെ ഞാൻ വളർത്തും. എങ്ങനെയെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി നീ നിന്നാൽ അർഹതയില്ലാത്തത് പറന്നിറങ്ങും. ഓ, ആരൊക്കെ അത് സ്വീകരിക്കും, ആരൊക്കെ അത് സ്വീകരിക്കും. ഞാൻ പ്രസംഗം അവിടെ നിർത്തുക. വലിയൊരു നിയോഗം ദൈവാത്മാവ് തരിക. ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ആരോഗ്യമുള്ളവരെല്ലാം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ.